ഹായ് ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാനിവിടെ ഉച്ച മുതൽ ഒരു വൈകുന്നേരം വരെയുള്ളൊരു ചെറിയ കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഉച്ചയ്ക്ക് നമുക്ക് രാവിലത്തെ ചായ കുടിക്കലും അങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞിരുന്നിട്ടാണ്. അതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതാ കയ്പ്പക്ക തോരൻ ഉണ്ടാക്കുകയാണ്. കയ്പ്പക്ക നല്ല റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം അതെല്ലാം കൂടി ഞാനത് ചീനച്ചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. റേഷൻ കടയിലെ അരിയാണ്. അപ്പോൾ ഒരു വിസിൽ അടിക്കണ മുന്നേ തന്നെ ഓഫാക്കിയിട്ട് അങ്ങനെ വെക്കുക. അടുപ്പിൽ ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം എന്താ പറയുക, ഈ പുകക്കുഴലുണ്ടല്ലോ അടുപ്പിൻ്റെ, അത് എല്ലായിടത്തും സൺസൈഡ് കട്ട് ചെയ്തിട്ടാണ് വെക്കുക. പക്ഷേ നമ്മളെ വീട്ടിൽ വാർപ്പ് തന്നെ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അവിടെ മഴ പെയ്താൽ വെള്ളം ഇങ്ങനെ അടുപ്പിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നനഞ്ഞിട്ട് അടുപ്പ് കത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. കുക്കറിൽ നല്ല കുറേ പ്രാവശ്യം കഴുകി, പിന്നെ നല്ല ചുടുവെള്ളത്തിലും കഴുകിയതിന് ശേഷമാണ് വെള്ളം നല്ല തിളച്ചതിന് ശേഷം കുക്കറിൽ അരി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലാവുന്ന മുന്നേ അത് ഓഫാക്കിയിടും കേട്ടോ. വിസിലടിക്കൂല കേട്ടോ, വിസിൽ വരുന്ന മുന്നേ തന്നെ ഓഫാക്കിയിടും. എന്നിട്ട് പിന്നെ എയർ പോയതിന് ശേഷം റൈസ് നല്ല വെള്ളം ഒഴിച്ച് ഊറ്റിയെടുത്താൽ നല്ല ചോറാവും കേട്ടോ, ഒരു കുഴപ്പമുണ്ടാവില്ല. അരി അവിടെ കുക്കറിലിട്ടതിന് ശേഷം അപ്പോഴേക്കും കറി വെത്തലായിരുന്നു കേട്ടോ. കറി വെത്തൽ ചില ഭാഗങ്ങളിൽ അതിന് നത്തോലി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സുകളെ കുറേ വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ. നത്തോലിയാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് മുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു 2 ചെറിയ വെളുത്തുള്ളി അല്ലിയൊക്കെ ഇട്ടിട്ട് തേങ്ങ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇത് നമ്മളെ കയ്പ്പൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കയ്പ്പൊക്കെ നല്ലപോലെ വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഇവിടെ ഇക്കാക്കൊക്കെ കയ്പ്പൊക്കെ നല്ല ഇഷ്ടമാട്ടോ. അതുണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട, അത് തന്നെ മതി. പിന്നെ ഞാൻ കുറച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു. തേങ്ങ അരച്ചത് ഒരു ചട്ടിയിൽ ഒഴിച്ചെടുത്ത് അതിലേക്ക് ഒരു ചെറിയ തക്കാളിയൊക്കെ മുറിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ തേങ്ങ അരച്ചത് ഒഴിച്ച് നല്ല തിളച്ചതിന് ശേഷം പുളി ആവശ്യത്തിനൊക്കെ ഒഴിച്ചെടുത്തു കേട്ടോ. അത് നല്ല തിളച്ചതിന് ശേഷം അതിലേക്ക് ഇതാ നമ്മളെ നത്തോലി മീനുണ്ടല്ലോ, അത് കഴുകിയതൊന്ന് ഇട്ടെടുത്ത് ഇനി കറി ഒന്ന് തിളക്കട്ടെ. ഇത് മുരിങ്ങയിലുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഇപ്പോൾ ഒന്ന് എടുത്ത വീഡിയോ അല്ല കേട്ടോ, കുറച്ച് മുന്നേ എടുത്തതാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉമ്മാക്ക് വിളിച്ച് ചോദിച്ചു, ഉമ്മ പിന്നെ കർക്കിടക മാസം അയക്കണോ ചോദിച്ചപ്പോൾ ഉമ്മ അന്ന് പറഞ്ഞ് കർക്കിടകം ആയിട്ടില്ല, മിഥുനാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് ശേഷം ഞാൻ മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ചോറ് ഇപ്പോൾ അവിടെ കണ്ടില്ല, ചോറ് നല്ല റൈസായിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെ കുക്കറിൽ വെച്ചാൽ. ചിലരൊക്കെ പറയും കുക്കറിൽ വെച്ചാൽ ചോറ് വേറും, പക്ഷേ ഇതുപോലെ വെള്ളം തിളച്ചതിന് ശേഷം നല്ല വെള്ളം തിളച്ചതിന് ശേഷം അരി നല്ലപോലെ കഴുകിയിട്ടിട്ട് ഒരു വിസിൽ വരുന്ന മുന്നേ ഓഫാക്കിയിട്ട് എയർ പോയതിന് ശേഷം ഒന്ന് ചോറ് ഊറ്റിയെടുത്താൽ നല്ല ചോറായി കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അതിനിതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില നമ്മളെ മരത്തിൽ നിന്ന് പൊട്ടിച്ചിടും. നല്ല ഒരുപാട് കറിവേപ്പില ഉണ്ട് കേട്ടോ നമ്മളെ മരത്തിൽ, മാഷാ അല്ലാഹ്. ഇപ്പം മഴയൊക്കെ ആയപ്പോൾ നല്ല ഇല വന്നിട്ടുണ്ട്. ഇപ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, വെള്ളം ഇലൻ്റെ ഭാരം കൊണ്ടാണ് തോന്നുന്നത് മരമൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നല്ല ഇലയുണ്ട്. പിന്നെ വെള്ളം ഒക്കെ വന്നാൽ ഒന്നും കൂടി വെയിറ്റ് കൂടുമല്ലോ. ഇപ്പോൾ അതാ ചീനച്ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മളെ വെത്തൾ കറി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നമ്മൾ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിലേക്കും ചെറിയ ഉള്ളി തന്നെയാണ്, വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഇങ്ങനെയുള്ളതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് അത് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ എന്താ പറയുക, ചുവന്ന മുളക് ഉണ്ടല്ലോ, വറ്റൽ മുളക്, അതൊക്കെ കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇത് ആദ്യം ചെറിയ ഉള്ളി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. പിന്നെയാണ് വറ്റൽമുളകും വെളുത്തുള്ളി കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊന്ന് നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം മുരിങ്ങയില നല്ല പോലെ കഴുകി ഒരു
ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം വാരാൻ വെച്ചിരുന്ന് അത് ഇതാ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുരിങ്ങയിലൊക്കെ ഒന്നും അധികം വേവില്ല കേട്ടോ, മുരിങ്ങയിലൊക്കെ പെട്ടെന്ന് തന്നെ വേവും. പിന്നെ എരിവിനാണ് നമ്മളതിൽ വറ്റൽമുളക് ചേർത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയാൽ വെറുതെ ഇരുന്ന് അപ്പം തന്നെ കഴിക്കും, ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ നിൽക്കില്ല കേട്ടോ. മുരിങ്ങയിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെ കൂട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ബെല്ലൈക്കണും കൂടി വരും. ബെല്ലൈക്കൺ ഓളെ ഓപ്ഷന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കണേ. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. എഗ്ഗ് വെച്ചിട്ട് 4 എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പി മുന്നേ ഒരു വീഡിയോ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും കാണും. പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഈ പഴംപൊരിയൊക്കെ നല്ല അടിപൊളി പഴംപൊരി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ഇടണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരെ. അവരൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ